സംസ്ഥാനത്ത് കൊടും ചൂട് അത് ചെറിയ അതിൽ ശമനം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ ഇവിടെയൊക്കെ മഴ പെയ്തു, രാത്രി ഈ ഭാഗങ്ങളിലൊക്കെ മഴ പെയ്തു, പല ഭാഗങ്ങളിലും മഴ പെയ്തിട്ടുണ്ട്, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ആശ്വാസം ഈ ചൂടിലുണ്ട്. അതെന്തായാലും KSEBക്ക് ഒരല്പം ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ആഴ്ചകളായി വിവിധ ജില്ലകളിൽ നിലനിന്നിരുന്ന ഉയർന്ന താപനില മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചിട്ടുണ്ട്. വേനൽമഴ സജീവമായതും ആന്ധ്രയ്ക്കും കർണാടകയ്ക്കും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാതത്തിന്റെ സ്വാധീനവുമാണ് ഈ ചൂട് കുറയാനുള്ള കാരണമായി കണക്കാക്കുന്നത്. അപ്പോൾ അത് മേഘന മുരളി തന്നെയാണ് പറയാം. മേഘന, എറണാകുളത്തൊക്കെ ഇന്നലെ വൈകിട്ട് രാത്രിയൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു മഴ പെയ്തു. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യം മഴ ഇന്നലെ പെയ്തു. അതുകൊണ്ട് ഇന്നലെ രാത്രി ഉള്ള ചൂടിനൊരു പൊടിയെങ്കിലും ശമനം ഉണ്ടായെന്നുള്ള തർക്കമില്ല. അപ്പോൾ ആ ശമനം, ആ സമാധാനം, ആ ശാന്തി വരും ദിവസങ്ങൾ തുടരുമെന്ന് പ്രതീക്ഷിക്കാവോ മേഘന? ഹാഷ്മീദ്, ഇല്ല, വരും ദിവസങ്ങളിലും വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. നിലവിൽ ഒരു കൊടും ചൂടിന് ശമനമുണ്ടാകും. അത് പാലക്കാട് ഇന്നലെ 39.3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില എത്തിയത്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ താപനില ഉയരുന്നതിൽ ഒരു ശമനം ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇന്നലെ തിരുവനന്തപുരം അടക്കമുള്ള എറണാകുളവും കോഴിക്കോടും അടക്കമുള്ള ജില്ലകളിലൊക്കെ വേനൽമഴ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വരും ദിവസങ്ങളിലും മെയ് 2 വരെ വേനൽമഴ തുടരുമെന്നുള്ള കാര്യമാണ് അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ താപനില സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ 12 ജില്ലകളിലായിരുന്നു താപനില മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് പിൻവലിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ 40 ഡിഗ്രി സെൽഷ്യസിലേക്കോ 39 ഡിഗ്രി സെൽഷ്യസിലേക്കോ താപനില ഉയരുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടാകില്ല എന്നുള്ളതാണ് ഒരു വിലയിരുത്തലായി വരികയും ചെയ്യുന്നത്. അതേസമയം ഈ താപനില മുൻകരുതലുകളൊക്കെ അതേപോലെ തന്നെ സ്വീകരിക്കണം. അതായത് ഈ UV റേസിന്റെ അടക്കം UV കിരണങ്ങളുടെ അടക്കം സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ അതേപോലെ തന്നെ എടുക്കണമെന്നുള്ളതാണ് ഒരു കരുതലും അതുപോലെ തന്നെ മുന്നറിയിപ്പുമായി വരുന്നത്. എന്നാൽ വേനൽമഴ പരക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.